ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, പിന്നെ അദ്ദേഹത്തിന് സിനിമയിലെ പരസ്യ കമ്പനിയൊക്കെ റൺ ചെയ്തിരുന്ന ശ്രീ സുനിൽ പരമേശ്വർ ജിയാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് സുപരിചിതമായി പറയണമെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മെജസ്റ്റിക് ആയിട്ടുള്ള അനന്തപത്രത്തിലെ ദിഗംബരൻ എന്ന ക്യാരക്ടറിന് ജന്മം കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. സാർ നമസ്കാരം. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലേക്ക് സ്വാഗതം. സാർ, ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നമുക്ക് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയ ശേഷം വൻ വിവാദമാണ് ആ സിനിമയെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. പല കോൺസ്പിറസി തിയറികളും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഈ ഗുജറാത്ത് കലാപം എന്നുള്ള ഒരു കലാപത്തിൽ ഊന്നിയാണ് ആ സിനിമയുടെ കംപ്ലീറ്റ് പ്ലോട്ടും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ജസ്റ്റ് ആ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ആ സിനിമയുടെ പ്ലോട്ട് തന്നെ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ ഒരു പ്ലോട്ടാണ്. അങ്ങനെ ഒരു സിനിമ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, വലിയ രീതിയിൽ വിവാദമുണ്ടാകുന്നു. അവസാനം ആ സിനിമ ഇപ്പോൾ സെൻസർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. നടൻ മോഹൻലാൽ, മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നടനായിട്ടുള്ള മോഹൻലാൽ മാപ്പ് പറയാൻ വരെ തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. അപ്പോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ സിനിമാ നടനായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വായിക്കാറില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മേജർ രവി, അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന അടുത്ത സുഹൃത്താണ് മേജർ രവി പറഞ്ഞിരുന്നത്. ലാലേട്ടൻ അങ്ങനെ തിരക്കഥകൾ വായിക്കാറില്ല, ലാലേട്ടൻ ഒരു സിനിമ പോലും കാണാനിരിക്കുന്നത് വളരെ റെയറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എന്താണ് ഡീമെറിറ്റ് സംഭവിച്ചതായിരിക്കാം ഈ കാര്യം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ സിനിമ കാണുന്നത് തന്നെ, പ്രിവ്യൂ പോലും കാണാതെ ഈ സിനിമ കാണുന്നത് തന്നെ ആദ്യത്തെ FTFS-നാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ്. ഇത് എത്രത്തോളം സത്യമാണ് സാറിന് തോന്നുന്നുണ്ടോ ഇത് സത്യമാണെന്ന്? സിനിമ പോലും കാണാതെ, അത് ആ സിനിമയുടെ തിരക്കഥ പോലും കേൾക്കാതെ അദ്ദേഹം കൂടെ നിർമ്മിക്കുന്ന ഒരു സിനിമ, അത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുന്നതിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടായിരിക്കും? എന്താണ് സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, നമ്മള് ആ വ്യക്തിയെ അറിയുക എന്നുള്ളതാണ് ആദ്യം. ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആ വ്യക്തി എന്താണെന്ന്, നടനുമൊക്കെ മാറ്റിവെക്കുക. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലും അതിൽ ദൈവം കൊടുത്ത സിദ്ധികൾക്കനുസരിച്ച് അദ്ദേഹം സമൂഹത്തിൽ ഉയർന്നു വന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മാറ്റിവെക്കുക. മോഹൻലാൽ എന്ന വ്യക്തിയെ ഏറ്റവും അടുത്ത് ചെറിയ പ്രായം മുതൽ അറിഞ്ഞ ഒരാളാണ്. ഞങ്ങള് വൈകുന്നേരം പന്ത് കളിക്കുന്ന ആൾക്കാർ, ഷട്ടിൽ കളിക്കുകയും പന്ത് കളിക്കുകയും, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് പന്ത് കളിച്ചിരുന്ന ആളാണ്. ഞങ്ങള് ആ മുടവൻമുകളിലുള്ള ആൾക്കാരെല്ലാം കൂടെ വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ ഷട്ടിൽ കോപ്പ് കളിച്ചിരുന്ന ആളാണ്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വളരുന്നത് കണ്ട ഒരാളാണ്. വെറുതെ നമ്മൾ ഇവിടെ വന്നിരുന്ന അഭിപ്രായം പറയുക മാത്രമല്ല, ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ മാപ്പ് പറയുക, ഒരാൾ മാപ്പ് പറയുന്നതിന്റെ ഒരു ദയനീയമായ അവസ്ഥയുണ്ട്. അദ്ദേഹത്തെ അറിയാതെ പോകുന്ന ഒരു കാര്യം, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് മാപ്പിനർഹതയില്ല. ഞാൻ ഈ സിനിമ കണ്ടില്ല, ഞാൻ നാളെ രാവിലെ സിനിമ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കാത്തൊരു ആശ്രമത്തിലായി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറയാൻ രാജസേന ഒരിക്കൽ വളരെ മുമ്പ്, അനന്തപതിരം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്, മലയാളത്തിൽ ഒരു കഥയും എഴുതാൻ കഴിയുന്നതിന് മുമ്പ് പൊള്ളാച്ചി എന്റെ ഒരു കഥ രാജസേനൻ കേട്ടിട്ട്, ഈ കഥ മോഹൻലാൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ പൊള്ളാച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൊള്ളാച്ചിയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്റെ മുറിയിൽ വന്നു, ഞങ്ങളുടെ മുറിയിൽ വന്നു. എനിക്ക് കഥ പറയാൻ അറിയില്ല, എനിക്ക് ഇന്നും അറിയില്ല ഒരു കഥ പറയാൻ, ഒരു സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ അത് പറയാൻ എന്നെ കൊണ്ട് ഇപ്പോഴും കഴിയില്ല. അപ്പം കഥ കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നമ്മുടെ മുറിയിലേക്ക് വന്നത്. ഇത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഞാനും രാജസേനനും താമസിക്കുന്ന മുറിയിലേക്ക് വന്നു. ആ കഥ കേൾക്കുമ്പോൾ കഥ പറയൂ, അങ്ങനെ പറയാൻ ഒരു ജ്യേഷ്ഠൻ തന്നെയാണ്. ഞങ്ങളുടെ മുഴുവനും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ലാലിച്ചേട്ടൻ തന്നെ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ റേഡിയോ ക്ലബ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വളർച്ച കണ്ട ഒരാൾ. അപ്പൊ അദ്ദേഹം കഥ കേൾക്കില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന് കഥ കേൾക്കണം. ഒന്ന്. രണ്ട്, ലോഹിതദാസ് ഒരിക്കൽ സിനിമകളൊക്കെ പരാജയപ്പെട്ട്, കിരീടം പോലുള്ള, ചെങ്കോലും പോലുള്ള മലയാളത്തിൽ നിരവധി സിനിമകൾ ലാൽച്ചേട്ടന് ഒരുപാട്, മോഹൻലാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ലാൽച്ചേട്ടന് നല്ല മലയാള പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്ത നടൻ, അദ്ദേഹം അവസാനം ഭീഷ്മരെ കുറിച്ച് ഒരു കഥയിൽ സ്ക്രിപ്റ്റിൽ പല പ്രാവശ്യം ഇത് മരിച്ചുപോയ ലോഹിതദാസ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, വളരെ വിഷണ്ണനായിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഞാൻ 4 തവണ
ഈ കഥ മോഹൻലാലിനെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. ഇത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അതിൽ ഉണ്ണി മുകുന്ദനെ നായകനാക്കിക്കൊണ്ട് മോഹൻലാലിനെ, ഉണ്ണി മുകുന്ദൻ സിനിമയിൽ വന്നിട്ടില്ല, ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പൊ മോഹൻലാൽ കഥ കേൾക്കില്ല, ഞാൻ കഥ വിലയിരുത്തില്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മേജർ രവിക്കാണ്ട് ഞാൻ ഇന്നലെ എറണാകുളത്ത് വെച്ച് കണ്ടിരുന്നു, സിനിമ കണ്ടിട്ട് വരും. എന്റെ ഒരു സിനിമ അദ്ദേഹം എന്റെ ഒരു സബ്ജക്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ തിരക്ക് കൊണ്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പൃഥ്വിരാജ് എനിക്ക് നല്ല എന്റെ അനന്തഭദ്രം സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. മലയാളത്തിലെ പ്രേക്ഷകർ അംഗീകരിച്ച ഒരു നടനാണ്. പൃഥ്വിരാജ് നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സംവിധായകനാണ്. അയാളെ കഥ കേൾക്കുന്നത് പോലെ തന്നെ അഭിപ്രായങ്ങൾ പറയും. അന്ന് ഏത് സിനിമ, ഞങ്ങളുടെയൊന്നും പോലെ സന്തോഷം ചെയ്ത സിനിമകളിലൊന്നും അദ്ദേഹം ആ ഡയറക്ടോറിയൽ സൈഡിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ പഠിക്കും, ക്യാമറ പഠിക്കും, ഡയറക്ഷനെ കുറിച്ച് മനസ്സിലാക്കും, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടനാണ്. അതിന് ഞാൻ വേറൊരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞത്, ഒരു പക്ഷേ ഇത് പ്രേക്ഷകരെ അറിയൂ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പൃഥ്വിരാജും പിന്നെ ഇന്ദ്രജിത്തും ഒക്കെ ചെറിയ കുട്ടികളാണ്. അദ്ദേഹം കരമന ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു, സിനിമയിൽ നിന്നും അഭ്യാസത്തിൽ നിന്ന് വന്നു. അപ്പൊ ഞാൻ മംഗളം പത്രത്തിലെയും മംഗളത്തിന്റെ വീക്കിലിൽ ഞാൻ നടന്മാരെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. ഞാൻ സിനിമയിലേക്ക് കടന്നു കയറാനായിട്ടുള്ളൊരു ഇൻട്രി അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഞാൻ സിനിമാ നടന്മാരെ കുറിച്ച് ചെറിയ പല ഫ്ലാഷ് ബാക്കുകൾ എഴുതാൻ പോകുന്ന കാലത്ത് സുകുമാരനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വീട്ടിച്ചു. ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് അപ്പൊ അദ്ദേഹം സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും നിഷേധാത്മകമായിട്ടുള്ള ചില സ്വഭാവ രീതികളും സുകുമാരൻ അതങ്ങനെയാണ് പണ്ട്. പക്ഷെ ഉള്ളിൽ അപ്പൊ അദ്ദേഹം സിനിമയിലെ ഈ പതനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. സിനിമയിൽ നിന്ന് മാറി നിൽക്കപ്പെട്ട സിനിമ മമ്മൂട്ടി മോഹൻലാലൊക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് സിനിമയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കിള്ളിപ്പാലത്തുള്ള ഒരു വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആ അരത്തട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഞാന് സിനിമയിൽ നിന്ന് പോകും, പക്ഷെ എനിക്ക് 2 മക്കളുണ്ട്, അവന്മാര് സിനിമ കൊണ്ടേ പോകും. ഇത് ഈ സുകുമാരൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇല്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അവർ രണ്ടും ഇന്ന് മലയാള സിനിമയിലുണ്ട്. ആ അച്ഛന്റെ മകനുള്ള ധാർഷ്ട്യം അല്ലെങ്കിൽ ആ ചങ്കുറപ്പ്, നമ്മളൊരു കാര്യം ആലോചിക്കണം. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ മോശമാണല്ലോ, പക്ഷെ ഓരോരുത്തർക്ക് കാഴ്ചപ്പാടുകളുണ്ട്. ഈ സിനിമ ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, പിന്നെ അടുത്ത് സുരേഷ്, ഞാൻ ഭരത് ഗോപി, അദ്ദേഹത്തിന് ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന്റെ മകനാണ് മുരളി ഗോപി. ഇവർക്ക് രണ്ടുപേർക്കും 2 പശ്ചാത്തലങ്ങളുണ്ട്, അവർക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട്, അവരെ ഭാവിയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, ദീർഘവീക്ഷണങ്ങളുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് പ്രസ്ഥാനത്തിന്, ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ പൊതുജനത്തിന്റെ സമൂഹത്തിൽ ജനങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് എന്ന് ഞാൻ സിനിമ കണ്ടില്ല. ആ വിഷയം ഇവർ കൈകാര്യം ചെയ്ത വിഷയം ആളിക്കത്തുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, അതിന്റെ പ്രമേയം, ആ പ്രമേയം തീർച്ചയായിട്ടും ലാലിറ്റിന്റെ അടുത്ത് അവതരിപ്പിച്ചിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം അങ്ങനെയാണ്, കേൾക്കും, കഥ കേൾക്കും. അപ്പൊ ആ കഥ മലയാള സിനിമയിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ എഴുതാൻ കഴിവുള്ള ആളാണ് സംവിധായകനാണെങ്കിൽ രാവിലെയും ഒക്കെ വെട്ടിത്തിരുത്തി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ സ്ക്രിപ്റ്റ് പോകുന്ന ഒരു വഴിയുണ്ട്. 3 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാർ ബന്ധമുണ്ടായിരുന്ന സിനിമയാണ്. ആ കണ്ടന്റ്, ആ ത്രെഡിൽ നിന്ന് വിട്ടുപോയി. ഇത് സിനിമയിൽ സംഭവിക്കുന്നതാണ്. കൊച്ചിൻ ഹനീഫ, എന്റെ സുഹൃത്ത്, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ഭീഷ്മാചാര്യ ഒരു സിനിമയുടെ സെറ്റിൽ എന്നെ കൂടെ വിളിച്ചുകൊണ്ടുപോയി. പുള്ളി രാവിലെ അസോസിയേറ്റ് ഡയറക്ടർ വന്നിരിക്കാൻ വരുമ്പോൾ എന്താ ഇത്, ബാക്കി പുള്ളി കാണാതെ സീൻ പറഞ്ഞു കൊടുക്കും. ഇത് നമുക്ക് പറ്റൂല. ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന സിനിമ, ഞാൻ മേജർ തിരക്കഥ കൊടുത്തിട്ടുണ്ട്, ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ആരാച്ചാറിന്റെ മകൻ ഞാൻ സിനിമ ചെയ്യുന്നു, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടായി കൊണ്ടുവന്നു. ഈ ഒരു പാറ്റേണിൽ നിന്ന് വിട്ടപ്പോൾ സിനിമയുടെ കണ്ടന്റിൽ നിന്ന് സാഹചര്യങ്ങൾ കൊണ്ട് വ്യതിചലിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ്. പിന്നെ 2, ആ സബ്ജക്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ജനങ്ങള് ഒരു ട്രെയിൻ കത്തിക്കുക ചെറിയ കാര്യമല്ല. മനുഷ്യജീവൻ കത്തിച്ചാമ്പലായ സംഭവമാണ്. എന്ത് തരത്തിൽ ആണെങ്കിലും.
അപ്പൊ ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ മണിരത്നം ബോംബെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, നിങ്ങളത് കണ്ടുപോകൂ. നമ്മൾ തീവ്രവാദ സിനിമകൾ എത്രയോ ഉണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൽ പറ്റിയ ഒരു പാളിച്ചയാണ് ഇവരാൻ പറ്റിയത്. അല്ലാതെ ഇവരാരും മോശക്കാരായതുകൊണ്ടല്ല, അത് കൈകാര്യം ചെയ്ത രീതിയെ പറ്റി ഒരു വലിയ തകരാറാണ്. എന്ത് പറ്റി? ആ സിനിമ ജഡമായി പോയി അല്ലേ? വെട്ടിമുറിക്കപ്പോ ജീവനുള്ള ഒരു 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 കുഞ്ഞായിട്ട് കൊണ്ടുവന്നു, അത് വളരാനുള്ള സമയം കൊടുത്തില്ല അല്ലെ? നമ്മളൊരു ചെടി വെച്ചാൽ അതിന് അടിവേരുണ്ട്, അതിന് ഇലകളുണ്ടാവും, പൂക്കളുണ്ടാവും, വൻ മരമാവും, അതിനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാളെ കയ്യും കാലും കയ്യും ഒക്കെ വെട്ടി പ്രാണൻ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വലിയ ദുരന്തം. ഇത് ഓക്കെ, സാർ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പൃഥ്വിരാജിലേക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ആദ്യം അവർ ഈ തീവ്രവാദ സബ്ജക്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ അവർക്കുണ്ടായ ഒരു പിഴവാണ്. അത് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പിഴവാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കത് വേണമെങ്കിൽ പറയാം. പക്ഷേ പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ ഇപ്പൊ മോഹൻലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതാണ് ഇപ്പോ പല ആൾക്കാരും പറയുന്നത്, ലാലേട്ടൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ സാറ് പറയുന്നു ലാലേട്ടൻ അങ്ങനെ വായിക്കാതിരിക്കുന്ന ആളല്ല, അദ്ദേഹം കൃത്യമായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്യും. ഞാനെന്താ പറഞ്ഞു, വായിക്കും. നമുക്ക് മോഹൻലാൽ എത്രയോ സിനിമ മലയാളത്തിൽ കഴിഞ്ഞ 10-40 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു കഥയുടെ കണ്ടന്റ് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു, ഇതെന്റെ തോന്നലാണ്, ഇതങ്ങനെ സംഭവിക്കണമെന്നില്ല, ഓക്കെ പറഞ്ഞു. പിന്നെ ഷൂട്ടിംഗ്, പൃഥ്വിരാജിനോടുള്ള വിശ്വാസം, മുരളി ഗോപിയോടുള്ള വിശ്വാസം, ആ 2 വിശ്വാസങ്ങളും അദ്ദേഹത്തിന് മുറുകെ പിടിച്ചു. പൃഥ്വിരാജ് ചതിച്ചു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ചതിച്ചു എന്ന് പറയില്ല, അത് ചതിവ് സംഭവിക്കുക, അത് മനഃപൂർവ്വമല്ല, ബോധപൂർവ്വം സംഭവിക്കില്ല. കാരണം മുരളി ഗോപി അങ്ങനെ മോശം റൈറ്ററല്ല. അല്ല എന്താ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിഷയമാക്കിക്കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്തില്ലേ, അതില് കമ്മ്യൂണിസത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞില്ലേ, ആ സിനിമ ദയനീയമായി പരാജയപ്പെട്ടില്ലേ. അപ്പൊ പിന്നെ പുള്ളി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഇത് എഴുത്തുകാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുത്തുകാരെപ്പോഴും എഴുതുന്ന ആള് അവന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇത് വിഭിന്നമായ രാഷ്ട്രീയ സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ ആ പ്രസന്റ് ചെയ്യുന്ന സാധനം എന്താണെന്നുള്ള ബോധം എഴുതുന്ന ആൾക്കാർ, സംവിധാനം ചെയ്യുന്ന ആൾക്കാർ, അഭിനയിക്കുന്ന ആൾക്കാർ ഞാൻ പറയും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ ഒരു അബദ്ധമായിട്ടേ നമുക്ക് തരുന്നു. ആ അബദ്ധം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ജഡമായി പോവുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ കയ്യും കാലും നാളെ വരാൻ പോകുന്ന സിനിമയുടെ ദയനീയമായ അവസ്ഥ. അല്ല, ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പണ്ട് മുതലേ കലാകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ കലാകാരന്മാരെ കുറിച്ച് ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു കലാകാരന് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, കലയാണ് അവന്റെ രാഷ്ട്രീയം, കലയാണ് അവന്റെ മതം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ നാട്ടിലല്ലേ ഇറങ്ങിയത്. സന്ദേശം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും പ്രസക്തമാണ്. അത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നടങ്കം ആർത്തിച്ചിരിക്കുകയും കൈയടിക്കുകയും ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ആ സിനിമ റീ റിലീസ് ചെയ്താൽ അതിനൊരു വലിയ കൂട്ടം യുവാക്കൾ പോയി ആ സിനിമ കാണാനായിട്ട് കയറും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് സന്ദേശം സിനിമ. അതേപോലെ എത്രയധികം സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദിലീപിന്റെ രാമലീല ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ദിലീപിന്റെ ലയൺ എന്ന് പറഞ്ഞ സിനിമ, അതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലൈനിൽ ചാലിച്ചൊരു സിനിമയാണ്. അപ്പൊ സമാനമായിട്ടുള്ള ഒരു സിനിമ ഇവിടെയും ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഈ കലാകാരന്മാരെല്ലാം രാഷ്ട്രീയവും മതവും എല്ലാം തലയിൽ പേറി നടക്കുകയാണെന്ന് എനിക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. സാറിന് പൃഥ്വിരാജിനെ അടുത്ത് കണ്ടതുകൊണ്ടും അദ്ദേഹം അനന്തപത്രത്തിൽ താങ്കളുടെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടും അദ്ദേഹത്തെ അടുത്തറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും അവകാശപ്പെടുന്നത് ഞാനൊരു നിഷ്പക്ഷനാണ്, എനിക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും എന്റെ മേൽ ചാർത്തരുത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ചിലപ്പോൾ മാനവികതയായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലാണല്ലോ പൊളിറ്റിക്സ്. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അഫിലിയേഷൻ ഇല്ല, പക്ഷെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദേശീയതയാണ് എന്ന് എനിക്ക് പറയാം. അതുപോലെ പൃഥ്വിരാജിന് പറയാം, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അഫിലിയേഷൻ ഇല്ല, പക്ഷെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പൊളിറ്റിക്സ് എന്ന് അദ്ദേഹത്തിന് പറയാം. പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ അതെല്ലാം
ഈ പറയുന്ന സോക്കോൾഡ് സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ ഒരു പടി കൂടെ കടത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ എമ്പുരാൻ വന്നപ്പോൾ ഹിന്ദുത്വ ശക്തികൾ മാറി ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു നിലപാടായി അത് മാറിപ്പോയി എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുരുതി എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വേറെ ഒരു സിനിമ ഇറങ്ങി, ജനഗണമന എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഇപ്പോൾ ഇറങ്ങിയ എമ്പുരാൻ. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. ആക്ച്വലി ആ സിനിമ നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൂട്ടം പാവപ്പെട്ട മുസ്ലിങ്ങളെ ബ്രൂട്ടലായിട്ട് ഹിന്ദുക്കൾ കൊന്നൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലാണ് ആ സിനിമ പോകുന്നത്. അപ്പൊ ഗോത്ര കലാപം കാണിച്ചില്ല എന്നുള്ളതിലുപരി നാളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനും കലാപങ്ങൾ അടിച്ചമർത്താനും എല്ലാം മറക്കാനും മൈത്രിയിൽ പോകാനും ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. അങ്ങനെ ഒരു ജനതയ്ക്ക് മുമ്പിൽ ഇതാ കാണൂ, നിങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാരെ ഇവരിങ്ങനെയാണ് അന്ന് അടിച്ചു കൊന്നത്, കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ ഫയൽസിന്റെ കാര്യം പറയാം. പക്ഷെ കാശ്മീർ ഫയൽസ് ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തത്. കാശ്മീർ ഫയൽസ് ഇനി ഒരു ഡോക്യുമെന്ററിയാണ്, അതിന്റെ രേഖകളും. പക്ഷെ ഇത് ആലങ്കാരികത കൂടെ അതിനകത്ത് ആഡ് ആകുമ്പോൾ, എസ്തെറ്റിക് ആയിട്ടുള്ള വയലൻസ് കൂടെ അതിനകത്ത് ആഡ് ആകുമ്പോൾ ഈ സംഭവം കണ്ടു നിൽക്കുന്ന ആളുടെ രക്തം തിളയ്ക്കും. അങ്ങനെ ഒരാൾക്ക് ഒരു വികാരം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പൃഥ്വിരാജ് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ? അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ കേട്ടില്ല. ഇതിപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ അതിന്റെ ഒരു മറുവശം കൂടെ കാണിക്കാം. ഇപ്പൊ നമ്മള് അത് ചിലപ്പോൾ ഇത് സ്ക്രിപ്റ്റിൽ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോയത് അതാണല്ലോ ഇതിനകത്തുള്ളത്. ഇപ്പോ രണ്ട് വിഭാഗക്കാർ തമ്മിൽ ശത്രുതയുണ്ടാകും, രണ്ട് വിഭാഗക്കാർ തമ്മിൽ ഭീകരമായിട്ടുള്ള സംഹാര താണ്ഡവമാടുന്നു. ഇതാണാനുള്ളതിന്റെ ഒരു കാരണം കൂടെ കാണും പുറത്ത്. ആ കാരണം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യും. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാതായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സ്ക്രിപ്റ്റിനെ പറ്റിയത് അല്ലെങ്കിൽ ആ സിനിമയുടെ സാങ്കേതികമായിട്ടുള്ള എഴുത്തിന്റെ ലോകത്ത് എഴുതുന്ന തിരക്കഥാകൃത്തിനും സംവിധായകരും ആ സ്ക്രിപ്റ്റിനോട് കാണിച്ച ആ സ്ക്രിപ്റ്റിലേക്ക് ഉൾക്കൊണ്ടപ്പോൾ വിട്ടുപോയതാകാം. ബോധപൂർവമായിട്ട് കാണിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പാടില്ല. അത് നമ്മൾ വിട്ടുപോകുന്നതായിട്ട് എടുക്കുന്നതാണ് അതിന്റെ ഭംഗി, അങ്ങനല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു വശം ഒരു കൈ കണ്ടിട്ട് അടിച്ചാൽ നമുക്ക് വേദനിക്കും, രണ്ട് കൈയും ചേർത്തടിക്കുമ്പോൾ കാണിക്കാവുന്ന വേദന ഉണ്ടെങ്കിൽ പോലും രണ്ട് കൈയും ചേർത്തടിക്കുന്ന പോലെ എന്ന് പറഞ്ഞത്. അല്ല സാർ, അത് സാറിന് സിനിമ കാണാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാത്തത്. ഞാൻ ഈ സിനിമ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇത് മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഗുജറാത്ത് കലാപം മാത്രമല്ല എടുത്ത് കാണിക്കുന്നത്, ഇത് പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടല്ലോ. അതായത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയാണ്, വില്ലന്മാരെന്ന് പറയുന്നത് ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന ആ സംവിധാനത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും കേന്ദ്ര ഏജൻസികളും ഒക്കെയാണ് ഇതിൽ വില്ലന്മാരായിട്ട് പോർട്രേ ചെയ്യുന്നത്. അതെന്തൊരു തരം സന്ദേശമാണ്! ഇപ്പൊ ഏതൊക്കെ ഒരു തരത്തിൽ ഒരാൾക്ക് സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞാലും ഇങ്ങനെ എഴുതുന്നതിൽ ഒരു വളരെയധികം ഒരു ശരികേടുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. കാരണം ലഷ്കർ ഇ തൊയ്ബയെ നായകന്മാരായിട്ട് വിശേഷിപ്പിക്കുന്നു. ലഷ്കർ ഇ തൊയ്ബയെ പോയി പ്രവർത്തിക്കുന്ന ഒരാള്, അധാർമികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള്, അയാളാണ് നായകൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. വില്ലനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഹിന്ദുത്വവാദികളും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളും ഇതൊക്കെയാണ്. എന്നിട്ട് തുടക്കത്തിൽ അവർ ഈ തികച്ചും യാദൃച്ഛികമാണ് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അങ്ങനെ കഴിയില്ലല്ലോ. അല്ല, ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ ഇതെന്താണ് സംഭവിച്ചെന്നുള്ളതൊന്നും പഠന വിഷയമാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ചിലപ്പോൾ എല്ലാവരും സിനിമ കണ്ടേക്കാം. എന്തുകൊണ്ടാണ് മലയാളത്തില് ലോകത്തെ മലയാളികൾക്കും ഇല്ലെങ്കിൽ എല്ലാ ഭാഷ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണെന്നുള്ളതൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ബോധപൂർവമായിട്ടാണോ എഴുത്തുകാരനും സംവിധായകനും അത്തരത്തിലൊരു സിനിമ ചെയ്തത് എന്ന് നമ്മുടെ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. എന്തിനായാലും ഇത്തരം കഴിവുള്ള ആൾക്കാർ, എത്രയോ നല്ല സബ്ജക്റ്റുകൾ എഴുതാൻ കഴിവുള്ളവർ എന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ മുടക്കി ഇങ്ങനെ ഒരു മഹാദുരന്തം? മോഹൻലാലിനെ പോലെ ഒരു നടനല്ല, മോഹൻലാലിനെ പോലെ ഒരു മനുഷ്യ സ്നേഹിയാണ്. ഇത് മാപ്പ് പറയാന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് യഥാർത്ഥത്തിൽ അതൊരു വേദന തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളതല്ല, അദ്ദേഹം മാപ്പ് പറയുന്ന സാഹചര്യങ്ങൾ പ്രവർത്തിച്ചവർ കൂടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. പുള്ളി ഞങ്ങള് എല്ലാവരും മാപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
കേരളത്തോട് പറഞ്ഞ മാപ്പ് ഒരു വലിയ വേദന തന്നെ. അല്ല, ആ നമുക്ക് ഒരു വേദനയിൽ നിന്ന് സാധിച്ചപ്പോൾ വേദന താങ്കൾ പങ്കിടുന്നോണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോളട്ടെ. ഒരു കൗതുകകരമായിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. അതായത് ഈ ലാലേട്ടൻ ഇപ്പൊ തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. ലാലേട്ടൻ ലൂസിഫർ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജുമായിട്ട് കൈകോർത്ത ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും നിലം തൊട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം അത് വളരെ വലിയൊരു ഫെയിലിയർ ആയിരുന്നു. അദ്ദേഹം അത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എടുത്തത്, പറഞ്ഞിട്ടാണ് എടുത്തതെന്നൊക്കെ അദ്ദേഹം വെച്ച് ബാലൻസ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തൊടുന്നതില്ല. ഇപ്പൊ എമ്പുരാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റ് ആവുന്ന പ്രതീക്ഷിച്ച സിനിമ. അത് കാണാം ഇപ്പോ രാജ്യത്ത് തന്നെ ആളിപ്പടഞ്ഞ ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് സമയം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോ? അദ്ദേഹത്തിന്റെ സമയം വളരെ അദ്ദേഹത്തിന്റെ മോശമാണെന്ന്. സമയം അദ്ദേഹത്തിനുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു ആത്മീയതയിൽ ഞാനൊരു കർമ്മേശ്വര ഉപാസകനാണ്. എനിക്ക് ഓക്കെ. നിരാശയില്ലാതെ ഫലം പറയുന്ന ഏതു മനുഷ്യനും ഒരു വസന്തകാലവും അല്ലേ? ഏതു മനുഷ്യനും ഒരു ഒരു അതെ, ഒരു ഓഫ് കോഴ്സ്. ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മളൊരു പടിക്കെട്ട് കയറി ഏറ്റവും ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടിറങ്ങി നിവൃത്തി. ആ താഴോട്ടിറങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആളാണ്. മോഹൻലാലിനെ നമുക്ക് സ്വകാര്യമായി നോക്കിയാൽ അദ്ദേഹത്തിന് താഴെ ഏറ്റവും നിലത്ത് വന്നാൽ പോലും അത് അങ്ങനെ ഉൾക്കൊള്ളുന്നു. ഉയരത്തിന്റെ പടിക്കെട്ടുകളിലേക്ക് കയറി ചെന്ന് ഇപ്പൊ ഇദ്ദേഹം ഈ വേദനിപ്പിക്കുന്ന വിഷയം പറഞ്ഞതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മെൽപ്പി സ്വഭാവമുള്ള ഇപ്പൊ മേജർ രവി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ പട്ടാള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്നു. മോഹൻലാലിന്റെ കൊടുത്ത ആ ഒരു ലഫ്റ്റനന്റ് കേണൽ പദം സാധനം തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത്. തിരിച്ചു കോർട്ട് മാർഷ്യൽ ചെയ്യാന്ന് ചെറിയ കാര്യമല്ല. ഒരാളെ വിളിച്ചു വരുത്തി അത് മുഴുവൻ ഊരി മേടിക്കുക എന്ന് പറഞ്ഞാൽ മരണതുല്യമായ അവസ്ഥയാണ്. രാജ്യസിനെ കോർട്ട് മാർഷ്യൽ ചെയ്യുന്ന ഇപ്പൊ സകല വേഷത്തോടു കൂടി വന്നു നിന്നിട്ട് ഇതെല്ലാം ഊരി എടുക്കുക. കൂടെ ഇവിടെ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടിക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സീനുണ്ട്. എഴുത്തുകാരന് പറ്റിയ ഒരു എഴുത്തുകാർക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ പ്രധാനപ്പെട്ട ക്യാമറമാൻ ഒന്നുമില്ല, എഴുത്തുകാരനും സംവിധായകനും പറ്റിയ ഒരു അബദ്ധം, ആ അബദ്ധം ഒരു വലിയ വിപത്തായി മാറി എന്നുള്ളതാണ്. അത് ഞാൻ കണ്ടില്ല സിനിമ, എന്നാൽ പോലും താങ്കൾ പറയുന്നത് വെച്ച് ഞാൻ നോക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്തതനുസരിച്ച് വികലമായ ഒരു സൃഷ്ടിയായിട്ട് മാറും. എത്ര ദിവസമാണോ ഇപ്പൊ റീസെൻസർ ചെയ്താൽ മുറിച്ചു പാറ്റപ്പെടുന്ന അവയവങ്ങൾ മുറിഞ്ഞു പോയ ശിശു എന്ന് ഞാൻ പറഞ്ഞ പോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ജഡാവസ്ഥയിലേക്ക് പോയി നിന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഒരു കറുത്ത അധ്യായം, ഒരു കാലഘട്ടമായിട്ട് അവസാനിക്കുന്നു. അതൊരു വലിയ ദുഃഖം തന്നെയാണ്. പ്രേക്ഷകർ ഇപ്പൊ പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നവരും നമ്മുടെ രാഷ്ട്രീയപരമായി നിലനിൽക്കുന്നവരും ഇല്ലേ, എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നാൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര്, ഒന്നുമില്ലാത്ത ഒരു കൂട്ടം സിനിമ മാത്രം, ആ മനുഷ്യരുടെ മുമ്പിൽ ഇതൊരു കറുത്ത അധ്യായം, ഒരു വേദന തന്നെ കാണാൻ പറ്റും. സാറിനിപ്പോ പൃഥ്വിരാജിന്റെ പിതാവായിട്ടുള്ള സുകുമാരനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. പൃഥ്വിരാജുമായിട്ട് താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇവർ ഉണ്ടായിരുന്ന സമയത്ത് പൃഥ്വിരാജിന് പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്തെങ്കിലും ഉണ്ടായതായിട്ടോ നിങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉള്ളതായിട്ടോ? ഇല്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വിഷയമില്ലാത്ത 2002 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ്, അന്ന് രഞ്ജി പണിക്കരും ഷാജി കൈലാസും ഒക്കെ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞ പൊളിറ്റിക്സ്, അല്ലാതെ സൗഹൃദങ്ങളായി. ആ സൗഹൃദത്തിൽ നിന്ന് സിനിമ മാറി അല്ലെ, നമ്മുടെ സിനിമകൾ മാറി. ഇപ്പൊ എന്റെ മാന്ത്രിക നോവലുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മാടൻ കുഞ്ഞ് എന്നൊരു നോവല് മേജർ രവി എന്റെ സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് ഒരു നടന്മാരും അഭിനയിക്കാൻ തയ്യാറില്ല. മാന്ത്രികതയെ ഭയക്കുന്നു. കാലഘട്ടം മാറി, പ്രേക്ഷകർ മാറി. അപ്പൊ ഞാൻ എന്റെ പുതിയ സിനിമകൾ സബ്ജക്റ്റുകൾ മാറി, ജനം മാറി. ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു നോവൽ എഴുതിയത് ഇപ്പൊ സിനിമയാക്കുകയാണ്. അടിയന്തരാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തമിഴ് ചെയ്യാൻ പോവാണ്. 1975 ഒരു കാലഘട്ടം പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടം, ഒരു ഏകാധിപതിയായിട്ടുള്ള ഏകാധിപത്യത്തിനോടും ഒരു ഇതിനെ മുഴുവൻ, ഒരു രാജ്യത്തെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കൈപ്പിടയിലൊരുക്കിയ ഒരു ഏകാധിപതിയുടെ കാലഘട്ടമാണ് 1975 എന്ന് പറയുന്നത്. ആ 1975 കേരളത്തിലെ സകല നേരം കൊടുക്കുമ്പോൾ സകല രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിനകത്താണ്. ആ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കാലഘട്ടത്തെ ബേസ് ചെയ്ത് ഞാൻ ഇത് നോവലാണ്, അത് ഭയങ്കരമായിട്ട് വിറ്റുപോകുന്നത്. അത് സിനിമയാക്കാൻ ഇവിടെ പറയുമ്പോൾ അറിയത്തില്ല. ഞാൻ നിർമ്മാതാക്കളുടെ കഥ പറയുമ്പോൾ അത് ഏത് കാലഘട്ടമാണ്, പുതിയ നിർമ്മാതാവിന് അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് അറിയത്തില്ല. കാലഘട്ടം മാറി അല്ലെ, ഇത് മാറില്ല. കാലഘട്ടവും പ്രേക്ഷകരും മാറി. അപ്പൊ എഴുത്തുകാർക്ക് മാറ്റം ഉണ്ടായി. ഇപ്പൊ ഞാൻ ചില ഡയലോഗ്സ് എഴുതുമ്പോൾ എന്റെ അടുത്ത് പുതിയ സംവിധായകൻ പറയണേ, പക്ഷെ ഈ കാലഘട്ടത്തിലാണല്ലോ ബ്രഹ്മയുഗം അതിഗംഭീരമായിട്ട് ഓടിയത്. ബ്രഹ്മയുഗം ഞാൻ പോയി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ബ്രഹ്മയുഗത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്.
ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല, ഭ്രമയുഗത്തില് ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂക്ക ആ റോള് ചെയ്യാൻ പാടില്ല. അതിലെ കുടുംബൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം ഒടിയൻ ചെയ്തപ്പം ഒടിയനില് സേതു എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ഷൻ ചെയ്ത്, നീ ഇത് ചെയ്യരുത്, പ്രശ്നം ഉണ്ടാവും, അവന്റെ കൈക്ക് പറയും പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയും. ഭ്രമയുഗത്തില് കുടുംബം പോറ്റി അതിലെ മന്ത്രവാദത്തിൽ ഇദ്ദേഹം കിടക്കുമ്പോ ഞാൻ തീച്ച വന്നിരിക്കുന്നതും ഇദ്ദേഹം അതൊക്കെ ഇതെല്ലാം സ്ക്രിപ്റ്റിന് പറ്റുന്ന പ്രശ്നങ്ങളാണ്. എന്റെ രുദ്രസിംഹാസനം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പൊളിഞ്ഞ് തകർന്നു പോയൊരു സിനിമയാണ്, എന്റെ സ്ക്രിപ്റ്റാണ്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ ട്രെയിലറിന്റെ ഡയലോഗ് ഉണ്ട്, മഹാദുരന്തങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുന്നു. ഭീകര ദുരന്തമായിരുന്നു. നമ്മളിത് ചുമ്മാ പറയുന്ന പോലെ ചില അറം പറ്റിയ വാക്കുകൾ, ഗന്ധർവൻ, ഞാൻ എപ്പിസോഡ് ചെയ്യാനുണ്ട്, ഞാൻ കംപ്ലീറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗന്ധർവപ്പാറ എന്നൊരു നോവൽ എഴുതി. രാത്രിയാകുമ്പോൾ എന്റെ മുഖം മുഴുവൻ ചുമന്നിട്ട് മുറി മുഴുവൻ മിന്നാമിനുകളാണ്. ഞാൻ നിർത്തി, യക്ഷിപ്പാറ മാറ്റി. ഇത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസങ്ങളൊക്കെയാവും. പക്ഷെ കാലം എത്ര മാറിയാലും ഇവിടെ മണ്ണിൽ ഉറഞ്ഞുപോയ ചില വിശ്വാസങ്ങൾ വളരെ വലുതാണ്. മമ്മൂക്കയ്ക്ക് രോഗം വന്ന അതാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ രോഗമെല്ലാം ശരി, ശരീരം നശിച്ചു പോകുന്നതാണ്, രോഗം വരും. പക്ഷെ ആ പടം കണ്ടുടനെ ഞാൻ പറയുന്നത് അബദ്ധമാണ്. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരടുത്ത് ഞാൻ ഈ കേരളത്തിൽ അനിയന്റെ അടുത്ത് പറയാനായിട്ട് ഒരാളെ ജോബിച്ചെന്ന് പറഞ്ഞേക്ക്, ഇത് അബദ്ധമാണ്, ഇത് ദോഷമാകുമെന്ന് പറഞ്ഞു. ചില സബ്ജക്റ്റുകൾ ചില സ്ഥലങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ഭദ്രകാളി ചെയ്തു വെച്ചു, രുദ്രസിംഹാസനത്തിന് 14 അടിയുള്ളൂ. അവസാനം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഷൂട്ടിങ്ങിന് ചെയ്യുന്നപ്പോൾ ഒരാൾ പറഞ്ഞ്, രാവിലെ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്ന ഇറങ്ങിപ്പോകുന്നുണ്ടെന്ന് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരാൾ പറഞ്ഞു. ഒടുവിൽ ഇതെടുത്ത് കൊണ്ട് ആ സമയത്ത് വെച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ഒരുപാട് നമ്മൾ അറിയാത്ത ഒരു തലത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ട്. ഒരുപാട് ഇതിനെക്കുറിച്ച് നമുക്ക് അത് വേറൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വന്നത് എഴുത്തിലും അല്ലെങ്കിൽ അമിതമായ മോഹൻലാൽ സാറിന് ലാലേട്ടന് പറ്റിയ അമിതമായ വിശ്വാസം. അദ്ദേഹം ഒരിക്കലെങ്കിലും ഒരു കാര്യം 100% ഞാൻ പറയാം, ലൊക്കേഷനിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം വിഷമിച്ചു കാണും ഈ സ്ക്രിപ്റ്റ് കണ്ടിട്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ട് എടുക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സീൻ വായിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അദ്ദേഹം വേദനിച്ചു കാണുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം സിനിമ കഥ പുള്ളിക്ക് മുഴുവൻ സ്ക്രിപ്റ്റ് കേൾക്കേണ്ട ആവശ്യമില്ല. മോഹൻലാലിന് കണ്ടന്റ് കേട്ടാൽ ആ കണ്ടന്റ് കേട്ടാൽ എന്നിട്ട് ഞാൻ ഈ കഥ പറയാൻ അറിയത്തില്ല, എന്നിട്ട് ഞാൻ സബ്ജക്ട് അവിടെ പറയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. ഇപ്പൊ മേജർ രവിചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് കഥ, ഇന്നത്തെ കാലത്തെ ഒരു കഥയാണ്, ഒരാളെ കഥ പറയുമ്പോൾ 2 പേജ് വായിച്ച പുള്ളിക്ക് മനസ്സിലാവും ശരി ഇതല്ലേ, ശരി പിന്നെ കാണാതെ പറയും. ഇത് സിനിമയിലുള്ളതാണ് അല്ലേ? അല്ലാതെ ഇത് ഒരാൾ വന്നിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ മുഴുവൻ കഥ കേൾക്കുമെന്ന് പറയും. സ്പാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അടുത്ത് കഥ പറയാൻ ആൾക്കാർ വന്നാൽ കഥയൊന്നും സൂചന പറഞ്ഞാൽ മതി, ഇത് കൊള്ളൂല എന്ന് പറയും. നമ്മളിപ്പോ കഥ പറയാൻ പോയിട്ടില്ല, എന്നാലും ഞാൻ പറയുന്നത് ഇവരൊന്നും അങ്ങനെ മുഴുവൻ കഥ കേൾക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു വിധി ഞാൻ പറഞ്ഞു, ഒരു വല്ലാത്ത വിധിയാണ്. എനിക്ക് വിഷമമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം തന്നെയാണ് ഇത്രയും. അതുകൊണ്ട് ഇത് ഒരു ദുഃഖവും വേദനയുമാണ്. ഇത് മുറിച്ചു മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ദുരന്തം തന്നെയാണ്. സിനിമ കേൾക്കുന്ന ഒരു ദുരന്തം തന്നെയാണ്, ഇത് സംശയമില്ല. അത് ഇന്ന കാരണങ്ങൾ കൊണ്ടല്ല. ആരാണോ അത് സൃഷ്ടിക്കപ്പെട്ടത്, ആ സൃഷ്ടിക്കപ്പെട്ടവര് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിന് നടന്മാർക്കും സ്ഥാനമില്ല. അതിന് ആ സൃഷ്ടി ഉണ്ടാക്കിയവരും അതിനെ പാകപ്പെടുത്തി എടുത്തവരും. ആ സിനിമ തിരക്കഥയിലൂടെ പോകുമ്പോൾ, ഞാൻ കണ്ടില്ല സിനിമ, പോകുമ്പോൾ ആ സിനിമയ്ക്ക് ഗ്രോത്ത്, ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ട് ക്യാരക്ടേഴ്സിന്റെ, ഒരു വളർച്ചയുണ്ട് എല്ലാത്തിനും. അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് എവിടെങ്കിലും മനുഷ്യന് ലാഗിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുത്തിലും മേക്കിങ്ങിലും പറ്റിയതാണ്. ഭയങ്കരമായി നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ ഓടുന്നു, ആ ട്രെയിൻ തീ പിടിക്കുന്നു, ആ ട്രെയിൻ തീ പിടിക്കുമ്പോൾ മനുഷ്യർ മരിക്കും. ഇത് മേക്കിംഗ്, നല്ല മേക്കിംഗ്. പക്ഷെ എന്തിന് തീ പിടിക്കുന്നു? ഈ തീ പിടിക്കാനുള്ള കാരണം എന്താണ്? ഇതാരാണ് ഈ തീ പിടിപ്പിക്കുന്നതാണോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ തീ ഉണ്ടാകുന്നതാണ്? ഈ തീ ഇടുന്നെങ്കിൽ ഇതിനൊരു കാരണമില്ലേ? അത് എന്ത് കാരണങ്ങൾക്കാണ്? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാത്തതാണ് ഈ സിനിമയുടെ പാളിച്ചതും പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തികമായി ഈ സിനിമ രക്ഷപ്പെടണം, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം മാറിപ്പോയി. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയുന്നു. അതിപ്പോ മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും ഈ സിനിമ ഒരിക്കലെങ്കിലും കാണണം. കാരണം ഇത് മലയാളികളുടെ ഉയരത്തിൽ, മലയാളികള് അഭിമാനത്തോടു കൂടി ഇത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ കഥാപാത്രങ്ങളിലും കഥാപാത്രങ്ങളിൽ പേരിടുന്നതിലും ഈ കഥയുടെ മുഹൂർത്തങ്ങളിലും എല്ലാ പൊളിറ്റിക്സ് പറയുമ്പോഴൊക്കെ
എഴുത്തുകാരനും സംവിധായകനും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 100% ഇത് മലയാളത്തിൽ എന്നും അഭിമാനിക്കാവുന്ന സിനിമ. നമ്മളെ സ്ഫടികവും കണ്ടില്ലേ, സ്ഫടികവും കീഴവും ഒക്കെ ഇന്ന് കണ്ടാൽ. അപ്പൊ അങ്ങനെ എത്തപ്പെടാൻ പറ്റാത്ത പോയൊരു ദുഃഖം. പിന്നെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം, ഇവരെല്ലാം നമ്മൾ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇതൊരു, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കറുത്ത അധ്യായം തന്നെയാണ് ഈ സിനിമ. താങ്ക് യു സാർ.